കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ 374 കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താൽപര്യപത്രത്തിൽ ഒപ്പുവെച്ചു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. 2 ദിവസമായി നടന്ന നിക്ഷേപക ഉച്ചകോടി സമാപിച്ചു. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കണക്കാക്കി സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വമ്പൻ വാഗ്ദാനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. വിവിധ മേഖലകളിലായി 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. 374 കമ്പനികൾ താൽപര്യപത്രം ഒപ്പിട്ടു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ പുതിയ ഐക്യ കേരളത്തിന് തുടക്കമായെന്ന് മന്ത്രി. വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി. ഇപ്പൊ രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അല്ല പറയുക ഇത് സംരംഭകത്വത്തിന് അനുകൂലമാണോ എന്നുള്ളത്. അത് സംരംഭകരാണ് നേരിട്ട് പറയേണ്ടത്. അപ്പൊ സംരംഭകർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി പറയുന്നു ഇത് ഏറ്റവും നല്ല സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയിലും IT പാർക്കുകളിലും നിക്ഷേപം നടത്തും. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയുടെയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയുടെയും ഹൈലൈറ്റ് ഗ്രൂപ്പ് 10,000 കോടിയുടെയും RP ഗ്രൂപ്പ് 2,000 കോടിയുടെയും നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെയും പോളക്കുളം നാരായണൻ 500 കോടിയുടെയും നിക്ഷേപം പ്രഖ്യാപിച്ചു. 24 കൊച്ചി.